ഇന്നത്തെ ഗോസ്പല് നമുക്ക് എല്ലാവർക്കും ഒരു ചലഞ്ചിങ് ആണ്. ഒരു യജമാനൻ വളരെ പ്രതീക്ഷയോടെ ഒരു മുന്തിരിച്ചെടി നട്ടുപിടിപ്പിക്കുന്നു. അതിനെ ഒരു വൃത്തിനെ ഏൽപ്പിച്ച് അതിന് വളമിട്ട് വളർത്താൻ പറയുന്നു. ഓരോ നാൾ കഴിയുമ്പോഴും അതിൽ നിന്ന് ഫലമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന യജമാനന് ഫലം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വെട്ടിക്കളയാനും പറയുന്നു. ആ സമയത്ത് ആ വൃത്തിയും ചെന്ന് പറയുന്നില്ലേ, ഒരു വർഷം കൂടെ നിന്നോട്ടെ, അതിന് ചൂട് കിളച്ച് നോക്കാം, ചിലപ്പോൾ ഫലം നൽകിയാലോ. എനിക്ക് തോന്നുന്നു നമുക്ക് വേണ്ടി ഇങ്ങനെ വല്ലാണ്ട് താഴ്ന്നിറങ്ങി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു കുരിശിലെ ക്രിസ്തുവിനെ നമ്മൾ ഓർക്കണം. നമ്മൾ ചെയ്ത പാപത്തിന് നമ്മൾ ഫലം തരാതെ പോകുന്ന നിമിഷങ്ങൾക്ക് നമുക്ക് വേണ്ടി പിതാവിനോട് സംസാരിച്ചൊരു പുത്രൻ നമുക്കുണ്ട്. അങ്ങനെ സ്വർഗത്തിലെ ഒരു പുത്രൻ സ്വർഗത്തിലെ പിതാവിനോട് ഭൂമിയിലെ നമുക്ക് വേണ്ടി സംസാരിച്ചതാണ് കാൽവരി മല നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല, അവരോട് പൊറുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച ഒരു വൃത്യൻ്റെ ചിത്രം കാൽവരിയിൽ വളരെ മനോഹരമായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഓരോ പ്രാവശ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ കൂടുതൽ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ഉറപ്പിൻ്റെ ബലത്തിൽ വല്ലാണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഈ മാധ്യസ്ഥം എന്തുമാത്രം ശ്രദ്ധയോടെയാണ് നമ്മളൊക്കെ ജീവിച്ചു തീർക്കുന്നത്. കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുന്ന ഓരോ നിമിഷവും ഇനി പാവം ചെയ്യരുന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആ പുരോഹിതൻ നൽകുന്നുണ്ട്. മേലിൽ പാവം ചെയ്യുകയില്ല എന്നൊരു ഉറപ്പ് നമ്മളും പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് പറഞ്ഞു തീർക്കുന്നുണ്ട്. എന്നിട്ടും എന്തുമാത്രം പ്രാവശ്യം വിശുദ്ധിയോട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കാതെ പോകുന്ന ഓരോ വിശുദ്ധിയുടെ ജീവിതവും ദൈവം നൽകിയ ഉറപ്പിൻ്റെ ബലമില്ലായ്മയാക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെയാണെങ്കിൽ പുത്രൻ നമുക്ക് വേണ്ടി അപേക്ഷിച്ച അപേക്ഷയ്ക്കപ്പുറം ജീവിക്കാനും കൂടി നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.